നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ അടുത്ത വ്യാഴാഴ്ച, അതായത് ഏപ്രിൽ 23-ാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അവിടെ ത്രികോണ മത്സരമാണ്. ഒരു ഭാഗത്ത് സാക്ഷാൽ സ്റ്റാലിൻ നയിക്കുന്ന DMKയും അതിൻ്റെ പരിവാരങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, SDPI വരെ ഉണ്ട്. അത് വളരെ ശക്തമായൊരു മുന്നണിയാണ്, ഭരിക്കുന്ന പാർട്ടിയാണ്, പണം ധാരാളമുണ്ട്. പിന്നെ സ്റ്റാലിനാണെങ്കിൽ വലിയ അഭ്യാസിയുമാണ്. അവർക്കാണ് ജയസാധ്യത എന്നാണ് അഭിപ്രായ സർവേക്കാരൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഇനി ഒരു അഭിപ്രായ സർവേ നടത്തിയില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ വലിയ അട്ടിമറികളൊന്നും ഇല്ലെങ്കിൽ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ DMK അധികാരത്തിൽ വരും. പിന്നെ സ്റ്റാലിൻ അധികം വൈകാതെ അരങ്ങൊഴിയും. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി മരുമോനെ വാഴിക്കുന്ന പോലെ സ്റ്റാലിൻ അവിടെ സ്വന്തം മകനെ വാഴിക്കാനുള്ള സകല പരിപാടികളും ചെയ്തു വച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പട്ടാഭിഷേകം മാത്രം നടത്തിയാൽ മതി, അല്ലെങ്കിൽ അരിയിട്ട് വാഴിച്ച നടത്തിയാൽ മതി. രണ്ടായാലും ദ്രാവിഡ രാഷ്ട്രീയവും തമിഴക രാഷ്ട്രീയവും അതോടുകൂടി ധന്യമാകും. ഈ ദ്രാവിഡ രാഷ്ട്രീയം തുടങ്ങിയ കാലത്ത് അതിലിങ്ങനെ മക്കൾ രാഷ്ട്രീയത്തിനും മരുമക്കൾ രാഷ്ട്രീയത്തിനൊന്നും സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. അതൊരു സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനമായിട്ടാണ് തുടങ്ങിയത്. ആദ്യകാലത്ത് ഇത് ജസ്റ്റിസ് പാർട്ടിയായിരുന്നു, പിന്നീട് ദ്രാവിഡ കഴകമായി, പിന്നെ ദ്രാവിഡ മുന്നേറ്റ കഴകമായി, പിന്നെ സിനിമാ നടൻ്റെയും സിനിമാ നടിയുടെയും അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകമായി. അങ്ങനെ പല കഴകങ്ങളായിട്ട് വളർന്നും പിളർന്നും മുന്നോട്ട് പോയൊരു സംവിധാനമാണ്. ഇപ്പോൾ ഏതായാലും സ്റ്റാലിൻ്റെ കുടുംബവാഴ്ചയാണ് നടക്കുന്നത്. സ്റ്റാലിൻ്റെ സഹോദരൻ അഴഗിരി, സഹോദരി കനിമൊഴി, മകൻ ഉദയനിധി, അങ്ങനെ പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ കരുണാനിധി ആൻഡ് സൺസിൻ്റെ ഒരു ലിമിറ്റഡ് കമ്പനിയായിട്ടാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, മിക്കവാറും രാജ്യത്തെ എല്ലാ പാർട്ടികളും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം രണ്ടാമത്തേത് എന്ന് പറയുന്നത് അണ്ണാ DMKയുടെ പഴയ പവറും പത്രാസും ഒക്കെ പോയി. ഇപ്പോൾ സാക്ഷാൽ പന്നീർശെൽവം പോലും സ്റ്റാലിൻ്റെ കാൽച്ചുവട്ടിൽ അഭയം തേടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് അണ്ണാ DMKയുടെ അവശിഷ്ട അണ്ണാ DMK. അതും പിന്നെ BJP കൂടി ചേർന്നിട്ടുള്ള ഒരു മുന്നണിയാണ് മറുഭാഗത്ത്. അതത്ര ശക്തമായ മുന്നണിയൊന്നുമല്ല. പിന്നെ സ്റ്റാലിനോടുള്ള അതിഭയങ്കരമായ ആൻറ്റി ഇൻകംബൻസി വരികയാണെങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ. അതൊന്നും അവിടെ ഇല്ല എന്നാണ് നമ്മൾ അറിയുന്നത്. മൂന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിനിമാ നടൻ വിജയുടെ TVK ആണ്. ഈ TVK ഒരു പുതിയ പാർട്ടിയാണ്. മുമ്പ് MGR അല്ലെങ്കിൽ തെലുങ്ക് ദേശത്ത് പാർട്ടിയുടെ സ്ഥാപകനായ രാമറാവു ഒക്കെ ഉണ്ടാക്കിയ പോലെ ഒരു വലിയ സിനിമാ വിപ്ലവം, വെള്ളിത്തിര വിപ്ലവം നടത്തി തമിഴ്നാട്ടിൽ അധികാരം പിടിച്ചെടുക്കാനാണ് വിജയ് ശ്രമിക്കുന്നത്. വിജയ്ക്ക് രാഷ്ട്രീയത്തിൻ്റെ ABCD അറിയാൻ പാടില്ല, ശക്തരായിട്ടുള്ള സഹായികളുമില്ല. അദ്ദേഹത്തിൻ്റെ ആരാധികമാരുമായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരുടെ വോട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കിട്ടും. അദ്ദേഹം പോകുന്നിടത്തൊക്കെ വലിയ ആൾക്കൂട്ടമാണ്. പക്ഷേ ഈ ആൾക്കൂട്ടം വോട്ടായിട്ട് മാറിയാൽ എത്ര വോട്ടായിട്ടും മാറും. അത് കേവല ഭൂരിപക്ഷം തേക്കുന്നതിന് ഇദ്ദേഹത്തെ സഹായിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ വിജയുടെ പാർട്ടിയാണ് മൂന്നാമത്തെ ശക്തി. ഈ മൂന്ന് മുന്നണികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ സ്റ്റാലിൻ്റെ പാർട്ടി, അതായത് DMK, എത്രയോ കാലമായിട്ട് ഈ കേന്ദ്രത്തിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ, അതിനും മുമ്പ് UPAയുടെ ഭാഗമാണ്. ഈ തമിഴന്മാരായ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി കൊലക്കേസിലെ പ്രതികൾക്ക് വരെ അവർക്ക് വരെ ക്ലമൻസി, അതായത് മാപ്പ് കൊടുക്കണം എന്നാവശ്യപ്പെട്ടവരാണ് നെഹ്റു ഗാന്ധി കുടുംബക്കാർ. അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടി, അതുപോലെയുള്ള DMK ഇരുവയ്യാണെങ്കിലും ഒറ്റ കരളായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, സാക്ഷാൽ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ പ്രചരണത്തിന് ഇതുവരെ പോയിരുന്നില്ല. അദ്ദേഹം ഈ 18-ാം തീയതി 20-ാം തീയതിയുമാണ്, 2 ദിവസമാണ് പോകുന്നത്. 5-6 വേദികൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായ പ്രസംഗമുള്ളൂ. നമ്മൾ വിചാരിക്കും ഈ രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിച്ചാൽ കിട്ടാവുന്ന വോട്ടുകൂടി കിട്ടാതിരിക്കും, അതുകൊണ്ട് താനിങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് വരണ്ട എന്ന് സ്റ്റാലിൻ വിലക്കിയതായിരിക്കും എന്ന്. പക്ഷേ അങ്ങനെയല്ല, സ്റ്റാലിൻ അങ്ങനെ കടോര ഹൃദയനല്ല. രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിച്ചാലും വലിയ ദോഷവും സംഭവിക്കുകയില്ല, DMK കിട്ടാനുള്ള വോട്ട് അവർക്ക് തന്നെ കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ശ്രീമാൻ സ്റ്റാലിൻ. അപ്പോൾ സ്റ്റാലിൻ വിലക്കിയതല്ല. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, സ്റ്റാലിന് രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടമല്ല. സ്റ്റാലിൻ്റെ DMKയുമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കി മത്സരിക്കുന്നതിനോട് പുള്ളിക്ക് വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും എതിർപ്പ്.
രാഹുൽ ഗാന്ധി പറഞ്ഞു വേണ്ട, നമുക്ക് ഇയാളുമായിട്ട് കൂട്ടി കൂടുന്നത്, നമുക്ക് സിനിമാ നടനും ഗ്ലാമർ താരവുമായിട്ടുള്ള വിജയുടെ പാർട്ടിയുമായിട്ട് ചേർന്നാൽ മതി. അങ്ങനെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന വേറെ ചില പാർശ്വവർത്തികളുമൊക്കെ ഈ ടി വി കെയുമായിട്ട് ആലോചന തുടങ്ങി. ആ ഘട്ടത്തിലാണ് സ്റ്റാലിൻ തമിഴ്നാട്ടിലെ തലയ്ക്ക് വെളിവുള്ള വേറെ 1-2 കോൺഗ്രസ് നേതാക്കന്മാരെ കൂട്ടി ശ്രീമതി സോണിയാഗാന്ധിയെ പോയി കണ്ട് കച്ചവടം ഉറപ്പിച്ചു. സോണിയാജി പറഞ്ഞു, ഈ രാഹുൽ ഒരു ബുദ്ധി കുറഞ്ഞ ചെക്കനാണ്, അവരിങ്ങനെ പല മണ്ടത്തരങ്ങളും പറയും, അതൊക്കെ കേട്ട് നിങ്ങൾ ചാടിക്കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിലേക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു? നമ്മൾ ഡി എം കെയുടെ കൂടെ തുടരും. അങ്ങനെ ഡി എം കെ നീട്ടിക്കൊടുത്ത ഏതാനും കഷ്ണങ്ങൾ വാങ്ങിച്ച് ചില്ലറ സീറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ കിട്ടിയതായി 8 കിട്ടണതായി എന്ന് പറഞ്ഞ് അവർ ഡി എം കെയുമായിട്ട് സഖ്യത്തിൽ തുടരുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും മറ്റ് ഇതര പാർട്ടികളുടെയൊക്കെ അവസ്ഥ. ഡി എം കെ കൊടുക്കുന്നത് 8 8, 4 4. ഈ 5 പൈസയുടെ 5 പൈസ മേടിച്ച് അവരെല്ലാവരും മുന്നണിയിൽ അങ്ങനെ തുടരുകയാണ്. ഇനി ഭരണം കിട്ടിക്കഴിഞ്ഞാലും ഈ ഘടകകക്ഷികളെ ആരെയും തന്നെ മന്ത്രിസഭയിൽ സ്റ്റാലിൻ ഉൾപ്പെടുത്തുകയില്ല. അവിടെ പുള്ളിയുടെ തനിപ്പിടിയാണ്. അവിടെ സ്റ്റാലിൻ്റെ മകൻ, പിന്നെ അനന്തരവൻ, പെങ്ങളുടെ മകളുടെ മകൻ, അങ്ങനെയുള്ള ആളുകൾ ചേർന്നിട്ടുള്ള ഒരു മന്ത്രിസഭയായി. പിന്നെ സ്റ്റാലിൻ വാഴുക എന്ന് പറയുന്ന കുറച്ച് അദ്ദേഹത്തിൻ്റെ ഫാൻസും ഉണ്ടാവും. ഇത്രയും പേര് ചേർന്നാൽ തമിഴ്നാട്ടിൽ മന്ത്രിസഭയായി. പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തു. അവിടുത്തെ രീതികൾ വളരെ വ്യത്യസ്തമാണ്. മലയാളികളെ നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ഏതായാലും തലൈവർ സ്റ്റാലിൻ വാഴുക. ആ പുരട്ചി കലൈഞ്ചർ രാഹുൽ ഗാന്ധി തൽക്കാലം വിശ്രമിക്കട്ടെ. അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി പ്രസംഗിച്ച് കിട്ടാനുള്ള വോട്ട് കളയാതിരുന്നാൽ മതി. അത്രേ ഉള്ളൂ. അത്രയ്ക്കുള്ള റോളെ രാഹുൽ ഗാന്ധിക്ക് തമിഴക രാഷ്ട്രീയത്തിലുള്ളൂ. ബാക്കി കാര്യങ്ങൾ സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ അമൈച്ചർമാരും ചേർന്ന് നടത്തിക്കൊള്ളും. വാഴുക, വെற்றி വീഴ.